ആലപ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 കിലോമീറ്ററാണ് നമ്മുടെ ഹോസ്റ്റലിലേക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഓട്ടോയിലെടുത്താണ് പോയത്. 100 റുപ്പീസായിരുന്നു ഓട്ടോ ചാർജ്. ഇതാണ് നമ്മുടെ ഹോസ്റ്റലിൻ്റെ എൻട്രൻസ് ഏരിയ. കയറി ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര ഗ്രീനറി, എസ്തെറ്റിക്, കോസി വൈബ്സ് ആണ്. പിന്നെ ബീച്ചിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ആ ഒരു ബ്രീസ് എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ ചെക്ക് ഇൻ സ്പേസ്. ആ നമസ്കാരം എന്ന് പറയുന്നത് സെൽഫ് ചെക്ക് ഇനൊക്കെ ആയിരുന്നു. പിന്നെ അവർ ഒരു ഐറ്റിനറി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഫസ്റ്റാണ് നമ്മുടെ റൂം. നമ്മൾ ബുക്ക് ചെയ്തിരുന്ന ഒരു മിക്സഡ് AC ഡോം ആയിരുന്നു. നമ്മുടെ തിങ്സ് വെക്കാനായിട്ടൊരു ലോക്കർ അവിടെ തന്നിട്ടുണ്ട്. പക്ഷേ ഇതിന് ലോക്കില്ലാണ്ട് എന്തിനാ ലോക്കർ എനിക്ക് മനസ്സിലായില്ല. പിന്നെ നമ്മുടെ ബാത്റൂം ക്ലീൻ ആണോ എന്ന് ചോദിച്ചാൽ ക്ലീൻ ആണ്, അല്ലേന്ന് ചോദിച്ചാൽ അല്ല. ഓക്കെ ആയിരുന്നു. പിന്നെ ബേസിക് ടോയ്ലറ്ററീസ് ഒന്നും അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങൾ എനിക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ ഭയങ്കര ഡിപ്രഷനായിരുന്നു. പിന്നെ റൂം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. AC റൂം ബുക്ക് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ബീച്ചിനോട് സൈഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഏത് റൂം ബുക്ക് ചെയ്താലും ഭയങ്കര ഹ്യൂമിഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ AC ബുക്ക് ചെയ്തായിരുന്നു പോയത്. റൂമൊക്കെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ചാർജിങ് പോർട്ട് ബെഡിനോട് തന്നെ എടുത്തുണ്ട്. അതും എനിക്ക് ഭയങ്കര ഉപകാരമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി. അപ്പം നിങ്ങൾ ലോക്കും ഒരു കീയും എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. നമ്മളൊന്നും കാണാണ്ടൊന്നും പോയിട്ടില്ല, പക്ഷേ അതായിരിക്കും എപ്പോഴും ബെറ്റർ. ഇതാണ് ഹോസ്റ്റലിൻ്റെ ചെക്ക് ഇൻ ഏരിയ. സെൽഫ് ചെക്ക് ഇൻ ആണ് ഇവിടെ. പിന്നെ ഇവർ ഈ ഔട്ടർ സ്പേസ് ഭയങ്കര അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഓരോ ചെടികളാണെങ്കിലും പോട്ട്സ് എല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഐറ്റിനറി നമുക്കവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ ഹോസ്റ്റലിൽ ഇഷ്ടപ്പെടാത്ത 3ാമത്തെ കാര്യമാണ്, ഇവരിവിടെ റൂമിൽ ഗുഡ് നൈറ്റ് ഉണ്ടെങ്കിൽ അത് റീഫിൽ ചെയ്യുന്നത് ഞാൻ കണ്ടില്ല. ഇവർ 6 മണിയായപ്പം മറ്റേ പുകയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് റൂമിലിരുന്നപ്പോൾ ഭയങ്കര ഡിസ്കംഫർട്ടായിട്ട് തോന്നി. ഇതാണ് എനിക്ക് ഇവിടുത്തെ ഇഷ്ടപ്പെടാത്ത 3ാമത്തെ കാര്യം. പിന്നെ 2 സോഫ സ്പേസ് ഉണ്ട്. നമുക്കിവിടെ ഡ്രിങ്കിങ്, സ്മോക്കിംഗ് ഒന്നും പ്രൊഹിബിറ്റഡ് അല്ല. എല്ലാം നമുക്ക് ഓപ്പൺ ആയിട്ടിരുന്ന് ചെയ്യാം. ഇത് ഹോസ്റ്റലിൻ്റെ ഫ്രണ്ട് ഏരിയ ആണ്. ഈ ഫ്രണ്ട് ഏരിയയിൽ നിന്ന് ഒരു 2-3 സ്റ്റെപ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബീച്ചിലേക്ക് എത്തി. അത് ഒരു നല്ല കാര്യമാണ്. അതായത് ബീച്ചിൻ്റെ തൊട്ടടുത്താണ്. ബീച്ച് ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 മടിച്ചിയൊക്കെ എപ്പോഴും വരാനും പോകാനും എളുപ്പമായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. പിന്നെ രാത്രിയായപ്പോൾ ഹോസ്റ്റൽ വാസ് സോ ഗുഡ്. ആ ബാംബു ട്രീസും അതിൻ്റെ ഇടയ്ക്കൂടെ ലൈറ്റൊക്കെ ഇട്ടപ്പോഴത്തേക്കും ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മൾ അവിടെ നിന്ന് കുറേ വീഡിയോസ് എടുത്തു. പിന്നെ ആ സ്പേസിലിരുന്ന് കുറേ സംസാരിച്ചു. നമുക്ക് പകൽ വരുമ്പോൾ ഈ ഹോസ്റ്റൽ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ. രാത്രിയാകുമ്പോൾ ഈ ഹോസ്റ്റലിന് ഭയങ്കര ഭംഗിയാട്ടോ. പിന്നെ നമ്മൾ ചെന്ന സമയത്തൊരു ചെറിയ മഴയൊക്കെ ഇടിയുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ആയപ്പോഴത്തേക്കും ആ അറ്റ്മോസ്ഫിയർ ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ഫുഡ്, ഇവർക്ക് തന്നെ ഇവിടെ ഒരു കഫേ ഉണ്ട്, വിഗ്ഗി സീസൈഡ് റെസ്റ്റോ എന്ന് പറയുന്നത്. നമ്മുടെ ഹോസ്റ്റലിൻ്റെ ബാക്ക് സൈഡ് എൻട്രൻസ് നേരെ വരുന്നത് ഈ കഫേയിലേക്കാണ്. പക്ഷേ നമ്മളിവിടുന്ന് ഫുഡൊന്നും കഴിച്ചില്ല. നമ്മുടെ മെയിൻ ഫുഡ് പുറത്തുനിന്നായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ അത്യാവശ്യം നല്ല ക്ലീൻ സ്പേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ കുറച്ച് പിക്സ് എടുത്തു അവിടുന്ന്. അപ്പോൾ ഓവറോൾ ഞങ്ങൾ ഹോസ്റ്റലിന് ഒരു 7 ഔട്ട് ഓഫ് 10 ആണ് കൊടുക്കുന്നത്. ഞങ്ങൾ പറഞ്ഞല്ലോ, ലോക്ക്, കൊതുക്, ബാത്റൂം, ഇത് 3ആണ് നമുക്ക് ഇവിടുത്തെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ. ബാക്കി വെച്ച് നോക്കുകയാണെങ്കിൽ ഹോസ്റ്റൽ വാസ് സോ ഗുഡ്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഹോസ്റ്റൽ വീഡിയോ. ബൈ. Maybe I believe in the language of love. It's written in the